നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢനീക്കത്തിൽ പിണറായി സർക്കാർ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരി മാസം 8-ാം തീയതിയിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരെത്തുന്ന പരിപാടിക്ക് മുൻപ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ചുമത്തിയിൽ നിന്ന് വ്യത്യസ്തമായി 354 വകുപ്പ് പൂർണ്ണമായും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയുള്ള കുറ്റപത്രം തയ്യാറാക്കിയത്. ഇതിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള പശ്ചാത്തലത്തിലാണ് അതിനു മുൻപ് മുൻകൂർ ജാമ്യാപേക്ഷ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ജനുവരി മാസം 17-ന് മകളുടെ വിവാഹമാണ്. അത് ഗുരുവായൂർ വച്ചാണ്. അതിന്റെ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് വിവാഹ സൽക്കാരമുണ്ട്. ഈ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടെന്ന് സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചതെന്ന് സുരേഷ് ഗോപി ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദിയുടെ യാത്രയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെക്കുറിച്ചോ ആ പരിപാടിയെക്കുറിച്ചോ ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേസ് പരിഗണിക്കുന്നത് ജനുവരി മാസം 8-ലേക്ക് മാറ്റിയത്. അപ്പോൾ സുരേഷ് ഗോപിയെ ജനുവരി മാസം 8-ാം തീയതി അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് തടസ്സമില്ല എന്നുള്ളതാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയ പദയാത്രയാണ് പ്രധാനമായും സർക്കാരിന് സുരേഷ് ഗോപിയുടെ അത്ര വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം സുരേഷ് ഗോപി ഉന്നയിക്കുകയും കണ്ണൂരിലെ ബാങ്ക് തട്ടിപ്പിൽ കൂടി വേണമെങ്കിൽ താൻ പദയാത്ര നടത്തുമെന്ന് പറഞ്ഞതോടുകൂടി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി സുരേഷ് ഗോപി. അങ്ങനെ സുരേഷ് ഗോപിയെ ഏത് സാഹചര്യത്തിൽ ഒതുക്കാമെന്ന് ഇങ്ങനെ കാത്തിരിക്കുന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകയുടെ പരാതി എത്തുന്നത്. മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചു എന്നുള്ള ആ വിഷയത്തിൽ വൈകുന്നേരം വരെ ഒരു അസ്വാഭാവിക നടപടിയും മാധ്യമപ്രവർത്തകയ്ക്ക് തോന്നാതിരുന്നിട്ടും വൈകുന്നേരത്തോടുകൂടി ചില ഇടങ്ങളിൽ നിന്നുണ്ടായ ഗൂഢാലോചന അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകാൻ മാധ്യമപ്രവർത്തകർ തയ്യാറെടുത്തു. പിന്നാലെ കേസെടുക്കാൻ തിടുക്കപ്പെട്ട് പോലീസിന്റെ നടപടിയും ഉണ്ടായി. പോലീസിന് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് എന്നുള്ള വാർത്തകൾ പിന്നാലെ പുറത്തു വന്നു. അതിനുശേഷം വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പത്രപ്രവർത്തക യൂണിയൻ അടക്കമുള്ളവർ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത നിലപാട് വേണമെന്ന് വ്യക്തമാക്കി. അടുത്ത ദിവസം സുരേഷ് ഗോപി കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു. ഒരു സഹോദരിയുടെ പോലെ, ഒരു മകളോടെന്ന പോലെയാണ് താൻ പെരുമാറിയത്. അതിൽ ഒരു തരത്തിലുള്ള തെറ്റായ ചിന്താഗതിയും ഉണ്ടായിരുന്നില്ല. താൻ ഇതുവരെ ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടില്ല, ഇനി അതുണ്ടാവുകയുമില്ല. ആ സഹോദരിക്ക്, മകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ താൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. സുരേഷ് ഗോപിയുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും മാധ്യമപ്രവർത്തകർ തൃപ്തിയായില്ല. മാധ്യമപ്രവർത്തകരെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്മാറാൻ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. കേസുമായി തുടർന്നു പോകാനായിരുന്നു മാധ്യമപ്രവർത്തകയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായത്. പിന്നാലെ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാനായി നടക്കാവ് പോലീസ് വിളിക്കുന്നു. നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. എന്നാൽ സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ചിലർ ചെലുത്തുന്നു. ഇടതുപക്ഷവുമായി അടുത്ത ബന്ധമുള്ള ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾ പറയുന്നു, സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് സുരേഷ് ഗോപിയുടെ മൈലേജ് ഉയർത്താൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യുന്നത് സർക്കാരിന് ആത്മഹത്യാപരമായ തീരുമാനമാകുമെന്നുള്ള മുന്നറിയിപ്പ് ചില ആളുകൾ സർക്കാരിന് നൽകുന്നു. അങ്ങനെ അറസ്റ്റ് വേണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് ഗോപി എത്തിയപ്പോൾ കണ്ട ജനാവലി സർക്കാരിനെ പോലും ഞെട്ടിച്ചു, പോലീസിനെ പോലും ഞെട്ടിച്ചു. ആരുടെയും ആഹ്വാനമില്ലാതെ 10,000-ഓളം ആളുകളാണ് നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തടിച്ചുകൂടിയത്. അമ്മമാരും പെണ്ണന്മാരും കൊച്ചു കുട്ടികളടക്കമുള്ളവർ അവരിലുണ്ടായിരുന്നു. അവർ പൊരിവെയിലത്ത് ദാഹജലം പോലും കിട്ടാതെ മണിക്കൂറുകളോളം കാത്തുനിന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. പിന്നാലെ എത്തിയ സുരേഷ് ഗോപി ആഹ്ലാദഭരിതനായി പറഞ്ഞു, വളരെ നല്ല പെരുമാറ്റമാണ് പോലീസുകാരിൽ നിന്നുണ്ടായത്. അവർ അറസ്റ്റൊന്നും ചെയ്തില്ല, അവർ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു, അവർ സെൽഫിയും എടുത്താണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇതിനുശേഷമാണ് അവിടുത്തെ ജനക്കൂട്ടം പിരിഞ്ഞു പോയത്. അപ്പോൾ ഒരു ധാരണ വന്നു, സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. കോടതിയിൽ റെഫറൽ റിപ്പോർട്ട് കൊടുത്ത് കേസ് അവസാനിപ്പിക്കാനായിരിക്കും പോലീസ് തീരുമാനിക്കുക എന്നുള്ളത്. എന്നാൽ പിന്നീട് നവകേരള സദസ്സിന് ശേഷമാണ് വീണ്ടും സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കം സർക്കാർ ശക്തമാക്കിയത്. നേരത്തെ IPC 354A-യുടെ 2 ഉപവകുപ്പുകളാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നെങ്കിൽ പിന്നീട് 354 വകുപ്പ് പൂർണ്ണമായും
ചുമത്തുകയും സ്ത്രീ പീഡന കേസ് കൂടി സുരേഷ് ഗോപിക്കെതിരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഗുരുതരമായ കുറ്റകൃത്യമാണ്, ഗൗരവമുള്ള കുറ്റകൃത്യമാണ്, 2 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയതിന് പിന്നിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണെന്ന ധാരണ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നരേന്ദ്രമോദി എത്തുന്ന ജനുവരി മാസം 3-ാം തീയതിയുടെ പരിപാടിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. അതിൽ താൻ പ്രധാന അതിഥിയാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല. മകളുടെ വിവാഹ കാര്യം മാത്രം പറഞ്ഞു. അപ്പോൾ കോടതി ജനുവരി മാസം 8-ാം തീയതിയിലേക്ക് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി ഇല്ലാതെയായിരിക്കും സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തേക്കിൻകാട് മൈതാനിയിലെ വേദിയിലേക്ക് എത്തുക. സുരേഷ് ഗോപി ആ വേദിയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ കണ്ണിലെ കരടായ സുരേഷ് ഗോപി തേക്കിൻകാട് മൈതാനിയിലെ നരേന്ദ്രമോദിയുടെ വേദിയിലേക്ക് എത്തിയാൽ ആ വേദിയിലെ സൂപ്പർ താരമാവുക സുരേഷ് ഗോപിയാകും. സുരേഷ് ഗോപിയെ വേദിയിൽ നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപിയെ കുറിച്ച് പ്രശംസിക്കുകയോ അല്ലെങ്കിൽ പുകഴ്ത്തി പറയുകയോ മോദി ചെയ്താൽ അത് സുരേഷ് ഗോപിക്ക് വലിയ തെരഞ്ഞെടുപ്പ് മൈലേജാകും, സുരേഷ് ഗോപിക്ക് വലിയ രാഷ്ട്രീയ മൈലേജാകും. അത് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ വലിയ ഒരു വികാരമുണ്ടാക്കാൻ ഇടയാക്കുമെന്നുള്ളത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് ഇടതുപക്ഷം സുരേഷ് ഗോപിയെ അതിനു മുൻപേ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ സർക്കാരിലെ തന്നെ ചില ഉന്നതർ ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നതർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക, രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകും. സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ 3-ാം തീയതിയുള്ള പരിപാടിയിൽ സുരേഷ് ഗോപി ഉണ്ടാകില്ല. സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെടും. സുരേഷ് ഗോപിക്കെതിരെയുള്ള നടപടിയിൽ പ്രധാനമന്ത്രി ഈ സർക്കാരിനെ, കേരള സർക്കാരിനെ വിമർശിച്ചാൽ അത് വലിയ മൈലേജ് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കി കൊടുക്കും. ഒരു രക്തസാക്ഷി പരിവേഷം സുരേഷ് ഗോപിക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ പാട്ടും പാടി ജയിക്കുമെന്നുള്ള തിരിച്ചറിവ് ചില ആൾക്കാർക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സർക്കാരിന്റെ നിലപാട് ഏറെ നിർണായകവുമാണ്. സുരേഷ് ഗോപിയെ ജനുവരി മാസം 3-ന് മുമ്പ് അറസ്റ്റ് ചെയ്യുമോ? സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്താൽ അത് ഏത് തരത്തിലായിരിക്കും സർക്കാരിനെ ബാധിക്കുക? സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാതെ സുരേഷ് ഗോപി സധൈര്യം വളരെ ചങ്കുറപ്പോടുകൂടി തേക്കിൻകാട് മൈതാനിയിലെ പരിപാടിയിൽ പങ്കെടുത്താൽ അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ മൈലേജ് വളരെയധികം വർദ്ധിപ്പിക്കും. അങ്ങനെയെങ്കിൽ അതിനെ സർക്കാർ എങ്ങനെ മറികടക്കും? ഇതൊക്കെയാണ് ഇനി കാണാനിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് വകുപ്പിൽ നിന്നും രഹസ്യമായി ലഭിക്കുന്നത്.